അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അൽ ഇസ്രാഇൻ്റെ രാത്രിയിൽ, അതായത് രാത്രി യാത്ര, മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതിനെയാണ് പറയുന്നത്. അതുപോലെ ആകാശ ആരോഹണം. ഞാൻ മൂസയെ കണ്ടു, അദ്ദേഹം ഭയങ്കര പൊക്കമുള്ള ബ്രൗൺ നിറത്തിലുള്ള അല്ലെങ്കിൽ ഇരുണ്ട ശരീരമുള്ള, കറുത്ത ആളല്ല പക്ഷെ ഇരുണ്ടതാണ്, ചുരുണ്ട മുടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് കണ്ടത്. എനിക്ക് തോന്നി ഷാനു ആ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരാളെ പോലെ. അപ്പോൾ റസൂലിൻ്റെ സമയത്ത് അവിടെ ഷാനു ആ എന്ന് പറയുന്ന ഒരു ഗോത്രം ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവരെല്ലാവരും നല്ല പൊക്കമുള്ള ഇരുണ്ട നിറമുള്ള ചുരുണ്ട മുടിയുള്ള ആളുകൾ ആയിരുന്നു. അപ്പോൾ അവരെ പോലെ തോന്നി എന്ന്. ഈസയെ കണ്ടു ഞാൻ, അദ്ദേഹത്തിന് ഒരു ഇടത്തരം പൊക്കം ആയിരുന്നു, നിറവും ഇടത്തരം ആയിരുന്നു. ആ നിറം ചുവപ്പിനോട് അടുത്ത് കിടക്കുന്ന നിറമായിരുന്നു, വെളുപ്പിനോടും ചുവപ്പിനോടും. അപ്പോൾ അതായത് അറബികളുടെ ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ മുടിയും ഉണ്ട്. ഞാൻ മാലിക്കിനെ കണ്ടു, നരകത്തിൻ്റെ കാവൽക്കാരൻ. ദജ്ജാലിനെയും കണ്ടു, അള്ളാഹു എന്നെ കാണിച്ചു തന്ന അടയാളങ്ങളിൽ ഒരടയാളം ആയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഈ വിശുദ്ധ വചനം ഓതി, അതുകൊണ്ട് നീ സംശയത്തിൽ ആകാതിരിക്കുക, അവനെ കണ്ടുമുട്ടുന്നത്. അതായത് നീ മൂസയെ കണ്ടുമുട്ടുന്ന കാര്യം അൽ ഇസ്രാ അൽ മിഅ്റാജിൻ്റെ രാത്രിയിൽ ആകാശത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച് മൂസയെ കാണുന്ന കാര്യമാണ് പറയുന്നത്. 32-ാമത്തെ സൂറത്ത് 23-ാമത്തെ ആയത്ത്. അനസും അബൂബക്കറും വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മലക്കുകൾ കാവൽ നിൽക്കും അൽ മദീനയ്ക്ക് ചുറ്റും ദജ്ജാലിൽ നിന്ന്. അപ്പോൾ ദജ്ജാലിന് അവിടെ മദീനയിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റഅയ്തു ലൈലത ഉസ്രി ബിമൂസ റജുലൻ ആദമ തുവാലൻ ജഅദൻ കഅന്നഹു മിൻ റിജാലി ഷാനു അത വറഅയ്തു ഈസ റജുലൻ മർബൂഅൽ ഖൽഖി ഇലൽ ഹുംറതി വൽ ബയാദി സബ്തർ റഅസി വറഅയ്തു മാലികൻ ഖാസിനൻ നാർ വദ്ദജ്ജാല ഫി ആയാത്തിൻ അറാഹുന്ന അല്ലാഹു ഇയ്യാഹു ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി ഖാല അനസുൻ വ അബൂ ബക്രത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്റുസുൽ മലായികതു അൽ മദീനത മിനദ് ദജ്ജാൽ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദജ്ജാലിൽ മദീനയിൽ പ്രവേശിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ചുറ്റിനും മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ടാവും, എല്ലാ വാതിലുകൾ അല്ലെങ്കിൽ വഴികളിലൂടെയും. പിന്നെ ഒരു കാര്യം ഉള്ളത്, ആദം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മൂസ റജുലൻ ആദം, തുവാലൻ നീളമുള്ള ഭയങ്കര പൊക്കമുള്ള ആളാണ്. പിന്നെ ആദം ആണ്. ആദം എന്ന വാക്കിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ വെളുത്താൾ എന്നുണ്ട്, അതല്ലെങ്കിൽ കറുത്താൾ എന്നുണ്ട്. ആദം അലൈഹിസ്സലാം കറുത്തതായിരുന്നു, കാരണം ചെളി കൊണ്ട് ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഒരു ഇച്ചിരി ഇരുണ്ട ശരീരപ്രകൃതി അല്ലെങ്കിൽ ഫുൾ കറുത്തതോ ആയിരിക്കും ആദം അലൈഹിസ്സലാം. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആദം എന്ന് പറഞ്ഞാൽ കറുത്ത ആൾ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുമ്പോഴും മിക്കവാറും മൂസ അലൈഹിസ്സലാം നല്ല കറുത്ത ആളായിരിക്കണം. സ്വർഗത്തിൻ്റെ സ്വഭാവ സവിശേഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ അത് ഓൾറെഡി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്, അതോ അത് ഇപ്പോഴില്ലയോ? മാജാ ഫി സിഫത്തിൽ ജന്നത്തി വഅന്നഹ മഖ്ലൂഖത്തുൻ. എന്നിട്ട് അബൂ അൽ അലിയ പറഞ്ഞു, സ്വർഗത്തിലെ ആളുകൾ അവർക്ക് ആർത്തവം ഉണ്ടാവുകയില്ല, മൂത്രം ഉണ്ടാവുകയില്ല, തുപ്പലം ഉണ്ടാവുകയില്ല. അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതൊന്നുമില്ല. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അശുദ്ധരാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മൂത്രം, തുപ്പലം, ആർത്തവം ഇതില്ല. അവർക്ക് എപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് പിന്നീട് ഒരിക്കൽ അതുപോലെ തന്നെ ഒരു സാധനമോ അല്ലെങ്കിൽ അതേ സാധനമോ കൊടുത്താൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് ഓൾറെഡി തന്നതാണല്ലോ. അതായത് അവർക്ക് അതേ രൂപത്തിലുള്ള സാധനങ്ങളെയാണ് കൊടുത്തത്, പക്ഷേ അതിന് വേറെ രുചിയായിരിക്കും. ഇതിലൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ഒരു മുന്തിരിക്കൊല എടുത്തു കഴിഞ്ഞ് ഒരു മുന്തിരി കടിച്ചാൽ അതിനൊരു രുചിയും, അടുത്ത മുന്തിരി കടിക്കുമ്പോൾ അതിന് പിന്നെയും രുചി കൂടും. അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അല്ലാതെ സ്വർഗം എന്ന് പറഞ്ഞാൽ തിന്ന് മടുത്തു പോകുന്ന അല്ലെങ്കിൽ സുഖങ്ങൾ കൊണ്ട് മടുത്തു പോകുന്ന ഒരു സ്ഥലമല്ല, കാരണം ഓരോ പ്രാവശ്യം നിലവാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് ഒരു കുല പഴങ്ങൾ ഉണ്ടാവും, വലിയൊരു കൂട്ടം. അവർ അതിൽ നിന്ന് അവർക്കിഷ്ടമുള്ളതുപോലെ പറിച്ച് തിന്നും. ആ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം മുഴുവനും സ്വർഗത്തെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഖുർആനിക ആയത്തുകളാകുന്നു.
അതിനകത്ത് താമസിക്കുന്ന ആളുകളെ പറ്റിയും പറയുന്നുണ്ട്. അത്തരം വാക്കുകൾ പരിഭാഷപ്പെടുത്താറില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വഖാല അബുൽ ആലിയത്തി യകൂനു മുതഹറത്തുൻ മിനൽ ഹൈലി വൽ ബൗലി വൽ ബുസാഖി കുല്ലമാ റുസിഖു ഉതു ബിശൈഇൻ ثم ഉതു ബിആഖറ ഖാലു ഹാദല്ലദീ റുസിഖനാ മിൻ ഖബ്ലു ഊതീനാ മിൻ ഖബ്ലു വഉതു ബിഹി മുതശാബിഹ. അൽ ബഖറ 25. يشبه بعضه بعضا ويختلف في الطمع قطوفها يقطفون كيف شاءوا دانية. الحاقة 23. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ അവൻ്റെ മുമ്പിൽ അവൻ്റെ ലക്ഷ്യസ്ഥാനം കാണിക്കപ്പെടുന്നതാണ് രാവിലെയും ഉച്ച കഴിഞ്ഞതിന് ശേഷവും. അതായത് ദിവസത്തിൽ 2 പ്രാവശ്യം. നീ സ്വർഗവാസിയാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും, നരകവാസിയാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കും. അവൻ സ്വർഗത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ സ്വർഗത്തിൽ അവൻ ഏത് സ്ഥാനത്തായിരിക്കും, അതായത് വീട്, നില, കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അവൻ നരകത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ അവനെ നരകത്തിൽ ഏത് ഭാഗത്തായിരിക്കും, എന്തുതരം ശിക്ഷയായിരിക്കും എന്നൊക്കെ കാണിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളെ നരകവാസികളിൽ ആക്കാതിരിക്കട്ടെ, ആമീൻ. عن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إذا مات أحدكم فإنه يعرض عليه مقعده بالغداة والعشي فإن كان من أهل الجنة فمن أهل الجنة وإن كان من أهل النار فمن أهل النار. ഇമ്രാൻ ബിൻ ഹുസൈൻ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, അതിൽ പാവപ്പെട്ട ആളുകളായിരുന്നു സ്വർഗവാസികളിൽ കൂടുതലും. അതായത് പട്ടിണി പരിവട്ടമൊക്കെ ആയിട്ട് ഭൂമിയിൽ ജീവിച്ച ആളുകൾ. അവിടെ നോക്കുമ്പോൾ വലിയ പണക്കാർ അങ്ങനെ അധികം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നരകത്തിൽ ഞാൻ നോക്കി, അപ്പോൾ അവിടെ ഉള്ള കൂടുതൽ ആളുകളും സ്ത്രീകൾ ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പേടിയോ വരേണ്ട കാര്യം ഒന്നും ഇല്ല. തെറ്റ് ചെയ്യുന്ന സ്ത്രീകളായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ലോക അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ആണിന് 50 സ്ത്രീ എന്നൊക്കെ ഉള്ള അവസ്ഥയിൽ എത്തും. അതായത് കല്യാണം കഴിക്കാൻ ആണുങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. ആദം അലൈഹി ഇസ്ലാം തൊട്ട് ലോകാവസാനം വരെ സ്ത്രീകളുടെ എണ്ണം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ലോകത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചരിത്ര കാലത്തിൽ പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം തുല്യമായിരിക്കും. ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല ചരിത്രാതീത കാലത്ത്. അതുപോലെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എത്രയാണെന്ന് നമുക്കറിയില്ല. ലോകാവസാനത്തിൽ 50-1 എന്നുള്ള റേഷ്യോയിലായിരിക്കും, 50:1 എന്നായിരിക്കും പെണ്ണും ആണും. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരായ സ്ത്രീകൾ ഒരുപാടുണ്ടാവാം. അങ്ങനെ അവർ കൂടുതൽ നരകത്തിൽ പോകുന്നതായിരിക്കും. നമ്മളുടെ സ്ത്രീകൾ, സഹോദരികൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നരകത്തിൽ സ്ത്രീകൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞുള്ളൂ. അതായത് പുരുഷന്മാർ ഇച്ചിരി കുറവായിരിക്കും. അതുമാത്രമല്ല, സ്വർഗത്തിൽ ഓരോ മനുഷ്യനും 2 ഭാര്യമാരെ കിട്ടും. ഭൂമിയിലെ ഭാര്യമാരുണ്ടാവും, പിന്നെ സ്വർഗത്തിൽ നിന്നുള്ള ഭാര്യമാരുണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതൽ അതിനെപ്പറ്റിയും പല ഇമാമികൾ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ പെണ്ണുങ്ങളല്ലേ കൂടുതലെന്ന്. അതായത് ഒരു ആണിന് 2 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം എങ്കിൽ സ്വർഗത്തിൽ ഇരട്ടി സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടി നോക്കേണ്ടി വരും. ഈ ലോകാവസാനം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന ഹദീസുകൾ മുത്തശാബിയാത്താണെന്ന് നമ്മൾ പറഞ്ഞു, സംശയമുണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല, നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വർഗത്തിൽ ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ട് ചുരുങ്ങിയത്. ഇനി എങ്ങനെ ഹാഫിലാണെങ്കിൽ 7 ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ഷഹീദാണെങ്കിൽ 72 ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും സ്വർഗത്തിൽ പെണ്ണുങ്ങളാണ് കൂടുതൽ. അത് ഹുർലീനാണോ അല്ലയോ എന്നുള്ളൊരു ചെറിയ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ സ്ത്രീകളാണ് കൂടുതൽ. ഈ ഹദീസിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ, നരകത്തിലുള്ള പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിരിക്കും കൂടുതൽ എന്നായിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു. അല്ലാഹു ആലം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ النبي صلى الله عليه وسلم قال الطلاة في الجنة فرأيت أكثر أهلها الفقراء الطلاة في النار فرأيت أكثر أهلها النساء. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ എന്നെ തന്നെ സ്വർഗത്തിൽ കണ്ടു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഉറങ്ങുമ്പോൾ സ്വർഗം കണ്ടു. അവിടെ ഒരു സ്ത്രീ ഒളു എടുക്കുന്നത് ഞാൻ കണ്ടു, ഒരു കൊട്ടാരത്തിൻ്റെ അരികിൽ. വലിയ കൊട്ടാരങ്ങളൊക്കെയാണ് സ്വർഗത്തിലുള്ളവർക്ക്. അതിൻ്റെ അരികിൽ എവിടെയോ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ സൈഡിൽ നമ്മൾ പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്ന പോലെ എന്തെങ്കിലും ഊഹിക്കുക. അവിടെ ഒരു സ്ത്രീ ഒളു എടുക്കുന്നു. ഞാൻ ചോദിച്ചു,
ഈ സ്ഥലം അല്ലെങ്കിൽ കൊട്ടാരം ആരുടേതാണ്? അവർ പറഞ്ഞു ഇത് ഉമർ ബിനുൽ ഖത്താബിൻ്റെയാണ് എന്ന്. ഞാനപ്പോൾ ഉമറിൻ്റെ അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു ഇച്ചിരി കട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ മറ്റുള്ളവർ കാണുന്നതോ അല്ലെങ്കിൽ വേറെ ആളുകളൊന്നും സംസാരിക്കുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഭാര്യമാരുടെ കാര്യത്തിൽ അദ്ദേഹം ഒരല്പം പൊസസീവ് എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം അവരെയൊക്കെ തടുത്തു കൂട്ടി കോഴി കുഞ്ഞുങ്ങളെ തള്ളകൊണ്ട് നടക്കുന്ന പോലെയൊക്കെ ആരും തൊടാതെയും കാണാതെയൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പോൾ അത് ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. ഉമർ ഇരുന്ന് കരയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് എങ്ങനെയാണ് താങ്കളോട് അസൂയ തോന്നുക അല്ലെങ്കിൽ കുശുമ്പ് അല്ലെങ്കിൽ കുന്നായ്മ തോന്നുക? എൻ്റെ ഭാര്യമാരെ കണ്ടു എന്നതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുമോ താങ്കളോട് എന്നും പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്ന് കരഞ്ഞു. അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ഖാല ബൈന അന നാഇമുൻ റഅയ്തുനി ഫിൽ ജന്നതി ഫഇദ ഇംറഅത്തുൻ തവദ്ദഉ ഇലാ ജാനിബി ഖസ്രി ഫഖുൽതു ലിമൻ ഹാദൽ ഖസ്റു فقالوا لعمر بن الخطاب فذكرت غيرته فوليت مدبرا فبكى عمر وقال عليك أغار يا رسول الله. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യമാരെ മറ്റുള്ളവരുമായിട്ട് അധികം അങ്ങനെ ഇടപെടാനോ അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് ആളുകൾ കയറി വരുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ നമുക്കും ജീവിതത്തിൽ പാലിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഉമർ റളിയല്ലാഹുവിൻ്റെ സ്വർഗം ഉറപ്പാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഉമറിന് സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട്. ഇങ്ങനെ പല പ്രാവശ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ വാഗ്ദാനം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഒരാളുടെ പേരിൽ, ചിലപ്പോൾ കുറേ ആളുകളുടെ പേരിൽ. അതിലൊക്കെയാണ് ഈ അഷറും ബഷറ എന്നൊക്കെ പറയുന്നത് 10 പേര് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അങ്ങനെ 10 പേരുകൾ പറഞ്ഞത്. പിന്നെ അതുപോലെ പലപ്പോഴും 1-2 ആളുകൾക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം സ്വർഗം ഉറപ്പാണ്. കാരണം അത് അള്ളാഹുവിൽ നിന്നും വരുന്ന ഉറപ്പാണത്. അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് അൽ അശ്അരി വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്വർഗത്തിലെ ഒരു കൂടാരം എന്ന് പറയുന്നത് ഒരു ഉള്ളുപൊള്ളയായ പവിഴ മുത്തിനെ പോലെയാകുന്നു. അതിന് 30 മൈൽ പൊക്കമുണ്ട്. എല്ലാ മൂലയിലും ആ വിശ്വാസിക്ക് ഓരോ കുടുംബം ഉണ്ടാവും. അവർ തമ്മിൽ കാണുകയില്ല. അതായത് ഒരു മുത്ത് തുരന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ വലിപ്പം പൊക്കം 30 മൈലാന്ന് പറഞ്ഞു. മൈൽ എന്ന് പറയുമ്പോൾ അറബികൾ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് 2 കണക്കായിരുന്നു. ഒന്ന് സുറുമക്കോല്, സുറുമ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോലിനെയാണ് മീൽ എന്ന് പറഞ്ഞിരുന്നത്. അതല്ലെങ്കിൽ 1 മൈൽ, 1.6 കിലോമീറ്റർ. അപ്പോൾ ഇതേത് വേണമെങ്കിലാവാം. നമുക്ക് തൽക്കാലം മൈൽ കിലോമീറ്റർ ആയിട്ട് എടുക്കാം, 1.6 കിലോമീറ്റർ. അപ്പോൾ 30 മൈൽ എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ പൊക്കം ഉണ്ടാവും. അത്രയും വലിയ സാധനമാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം പൊക്കം എത്ര ഉണ്ടെങ്കിൽ വണ്ണവും വീതിയും നീളമൊക്കെ എന്തോരം ഉണ്ടാവും എന്ന് നമ്മൾ തന്നെ ഊഹിക്കുക. എന്നിട്ട് ഓരോ മൂലയിലും ഓരോ കുടുംബം ഉണ്ടാവും, അതായത് ഓരോ ഭാര്യമാരുണ്ടാവും. അവർ തമ്മിൽ കാണുകയില്ല. അത്ര ദൂരം, കിലോമീറ്റർ ആണെങ്കിൽ ദൂരം, ഒരു കൂടാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കൊട്ടാരം അല്ലെങ്കിൽ അവരുടെ വീട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. അബൂ ഇമ്രാൻ വേറൊരു വിശദീകരണത്തിൽ പറയുന്നു ഈ കൂടാരത്തിന് 60 മൈൽ പൊക്കമുണ്ട് എന്ന്. അപ്പോൾ ഒരഭിപ്രായത്തിൽ 30 മൈലാണ്, ഒരഭിപ്രായത്തിൽ 60 മൈലാണ്. ചിലപ്പോൾ രണ്ടും ശരിയായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് 2 തരത്തിലുള്ള കൂടാരങ്ങളും കാണുമായിരിക്കും, വലിയ കൂടാരവും ചെറിയ കൂടാരം. അതല്ലെങ്കിൽ സ്വർഗത്തിലെ ഇച്ചിരി താഴ്ന്ന ആൾക്കാർക്ക് ചെറിയ കൂടാരമായിരിക്കും, വലിയ ആളുകൾക്ക് 60 മൈലിൻ്റെ കൂടാരം ആയിരിക്കും. അല്ലാഹുവാലം. ഇതൊക്കെ സഹിഹ ഹദീസുകളാണ്. ഇതിലൊന്നും സംശയമല്ല, തർക്കമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളതിനെ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ 30ഉം 60ഉം തെറ്റിയില്ലേ അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെയെങ്കിലൊക്കെ മനസ്സിലാക്കിയെടുത്താൽ മതി. ചിലപ്പോൾ പാവങ്ങൾക്ക് 30 ആയിരിക്കും എന്ന് വെച്ചാൽ സ്വർഗത്തിലെ കുറഞ്ഞ ആളുകൾക്ക് 30, വലിയ ആളുകൾക്ക് 60 ആയിരിക്കും. അതല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഈ 30, 60 ഒക്കെ ഉള്ള ടെൻറ്റുകൾ പലതും കാണുമായിരിക്കും. അല്ലാഹു അഅലം. അൻ അബീ ബക്കർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഖൈസിൽ അശ്അരി അൻ നബിഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ഖൈമതു ദുർറത്തിൻ മജവഫത്തുൻ ഉലുഹാ ഫിസ് സമാഇ 30 മീലൻ ഫീ കുല്ലി സാവിയത്തിൻ മിൻഹാ അൽ മുഅ്മിനു മിൻ അഹ്ലി യറാഹുൽ ആഖറൂൻ ഖാല അബൂ അബ്ദിസ് സമദി വഅൽ ഹാരിസ് ഇബ്നു ഉബൈദ് അൻ നബി ഇമ്രാൻ 60 മീലൻ. ഇതിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ മീൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സുറുമ എഴുതുന്ന കോലാവാം. കോൽ എന്ന് പറയുമ്പോൾ 1.5 അടി 3/4 അടി 1 അടിയൊക്കെ നീളമുള്ളതായിരിക്കും. അല്ലാഹു ആലം. അങ്ങനെയാണെങ്കിൽ 15 അടി. പക്ഷെ 15 അടിയുള്ള
കൂടാരത്തിൽ അപ്പുറത്തുപുറത്തിരിക്കുന്ന കുടുംബക്കാർ അങ്ങോട്ടും കാണില്ല എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ മറ ഉണ്ടാവേണ്ടി വരും. അതല്ലെങ്കിൽ ദൂരം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൈലായിട്ട് തന്നെ എടുക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കീഴ്വണക്കമുള്ള അല്ലെങ്കിൽ പൂർണ്ണ വിധേയത്വമുള്ള അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു. അവർ കാണുകയോ കേൾക്കുകയോ അവർ അവരുടെ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഊഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭാവനയിൽ പോലും ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഓതാവുന്നതാണ്. ഖുർആനിലെ ഈ വചനം, ഒരു മനുഷ്യനും അറിയുന്നില്ല അവൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്താണ് ഒളിച്ചു വച്ചിരിക്കുന്നത് എന്ന്. അതായത് സ്വർഗത്തിലുള്ള സൗകര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ആർക്കും അറിയില്ല. 32-ാമത്തെ സൂറത്ത് 17-ാമത്തെ ആയത്ത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അഅദദതു ലിഇബാദി സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ ഫഖറഊ ഇൻ ശിഅ്തും വലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുൻ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.